ഹലോ, കാറ്റത്തേക്കിൽക്കുള്ള നിധിയുടെയും സുധീഷിൻ്റെയും അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നിധി ആ ഒരു ഹോസ്റ്റലിലോട്ട് മാറുകയാണ്. അതിൻ്റെ ആകെ വിഷമത്തിലാണ് കിളിക്കൂടിൽ ഉള്ള എല്ലാവരും, അച്ഛനുൾപ്പെടെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഭാസ്കരൻ അവിടെ എത്തുന്നുണ്ട്. അച്ഛൻ അവിടെ എത്തി നിധിയോട് സംസാരിക്കുന്നു. ഞാൻ മുഖാന്തരമാണ്. അതിനൊക്കെ ശേഷം നിധി വരാൻ കൂട്ടാക്കുന്നില്ല. അതിന് ശേഷമാണെങ്കിൽ നികേഷിന് ഭയങ്കര മാനസിക വിഷമം അങ്ങനെയായി. പനിയൊക്കെ ആവുന്ന സമയത്ത് സുധീഷിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട് സുഭാഷ്. പക്ഷേ സുധീഷാണെങ്കിൽ നിധി എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യിക്കാനായിട്ട് സോറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നു. അതിൻ്റെ ധൃതിയിൽ നികേഷിനെ നോക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കുറേ ബലൂണൊക്കെ കൂട്ടിക്കെട്ടി അവിടെ ഇതിൽ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ഹോസ്റ്റലിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ മറ്റുള്ളവരൊക്കെ ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു കസിനാണെന്നാണ് പറയുന്നത്. ഹസ്ബൻഡാണെന്ന്, തലകെട്ടിയാണെന്ന് പറയുന്നൊന്നുമില്ല. നിധിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടും ഇടയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പല രീതിയിലും സുധീഷ് നിധിയോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. താൻ നിരപരാധിയാണ്, അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നോട് ക്ഷമിക്കണം, അറിയാതെ പറ്റി, അങ്ങനെ സോറിയൊക്കെ പറയുകയാണ്. അങ്ങനെ നികേഷിന് സമയത്തിന് മരുന്നൊന്നും കിട്ടാതെ പനി ഭയങ്കരമായിട്ട് കൂടുന്നു. ഈ സമയത്ത് സുധീഷ് വരുമ്പോൾ തീരെ സുഖമില്ലാണ്ട് കിടക്കുകയാണ് സുഭാഷ് വരുന്ന സമയത്ത്. അങ്ങനെ സുധീഷിനെ വരുന്ന സമയത്ത് സുഭാഷ് ഒരുപാട് വഴക്കൊക്കെ പറയുന്നു. അതിനുശേഷം സുഭാഷ് തന്നെ നികേഷിന് മരുന്നൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നികേഷ് ഇതുപോലെ നിധിയെ വിളിക്കാനിടയാകും. നിധിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യ, ഇങ്ങനെ പനിയായിരുന്നു, നോക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെ സങ്കടത്തിൽ പറയുകയാണ്. കാരണം തൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത്, ചേച്ചിയുടെ സ്ഥാനത്തൊക്കെ നിന്ന് നേരത്തെ പനി വന്നപ്പോൾ ശുശ്രൂഷിച്ചിട്ടുള്ളത് നിധിയായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം, അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടമായും. നിധിക്ക് കേട്ടാൻ സഹിക്കത്തില്ല, നികേഷിനോട് അത്രയ്ക്ക് സ്നേഹമാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നികേഷിനെ കാണുവാനായിട്ട് നിധി കിളിക്കൂട്ടിലെത്തുകയാണ്. അപ്പോൾ ആരും ഉറക്കമെണീക്കുന്ന സമയമാവുന്നുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും അതിശയിച്ച് പോവുകയാണ് കേട്ടോ. സുഭാഷും അച്ഛനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം നിധി വീട്ടിലെത്തിയല്ലോ. അപ്പോൾ നിധി വന്നിട്ട് നികേഷിന് മരുന്നും അതുപോലെ ആഹാരമൊക്കെ എടുത്തു കൊടുക്കുന്നു. സുധീഷാണെങ്കിൽ അതിലും സന്തോഷത്തിലാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ച് നിധി അങ്ങ് പോകാനായിട്ടാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വേണ്ട, നീ ആണ് ഇവിടെ നിൽക്കേണ്ടത്, ഞാനാണെങ്കിൽ വീട് വിട്ട് ഇറങ്ങിക്കോളാം, നീ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെയും വിഷമമാവും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിധി പോകരുത്, ഞാൻ വീട് വിട്ട് ഇറങ്ങിക്കോളാം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ പിറ്റേന്ന് അങ്ങനെ നിധി വീട് വിട്ട് പോകുന്നില്ല. കാരണം നിധി പിന്നെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് തന്നെ മാറാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക്, കിളിക്കൂട്ടിലേക്ക് താമസം മാറുകയാണ്. തിരിച്ചെത്തുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായി ഭാസ്കരനും സുഭാഷിനും നികേഷിനൊക്കെ. അപ്പോൾ നികേഷിനും നിധിയെ കണ്ടപ്പോൾ തന്നെ പകുതി പനിയും മാറി, എല്ലാം മാറി, ഹരീഷിനൊക്കെ. അതിനുശേഷമാണെങ്കിൽ സുധീഷ് പോകുന്നില്ല. അപ്പോൾ എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, നീ എൻ്റെ ഭാര്യയല്ലേ, എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ താലികെട്ടിയ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിധിക്ക് തീരെ സഹിക്കുന്നില്ല. താലികെട്ടിയ പെണ്ണും ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇയാൾ എൻ്റെ ഈ കഴുത്തിൽ ഈ താലി കിടക്കുന്നത് കൊണ്ടല്ലേ ഞാൻ ഭാര്യയാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിധി കഴുത്തിൽ കിടക്കുന്ന താലിമാല ഊരി സുധീഷിനെ ഏൽപ്പിക്കുകയാണ്. സുധീഷ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിപ്പോയി. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു താലി കിടക്കുന്ന അധികാരത്തിലല്ലേ താൻ പറയുന്നത്, പിന്നെ താലി സൂക്ഷിച്ച് വെച്ചോണെന്ന് പറയുന്നു. അപ്പോൾ സുധീഷ് ചോദിക്കുന്നത്, താലി സൂക്ഷിച്ച് വെക്കാനാണ്? താലി സൂക്ഷിച്ച് വെച്ചാൽ, കാരണം ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ എന്താവില്ല, തൻ്റെ സ്വഭാവം വെച്ചിട്ട് പറയാം സൂക്ഷിച്ചുകൊണ്ടെന്ന്. അപ്പോഴും സുധീഷിന് തിരിച്ചടിയാണ് കിട്ടുന്നത്. കാരണം മറ്റെന്തോ പ്രതീക്ഷിച്ചിട്ടാണ് സുധീഷ് ഒന്നുകൂടി അതെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും, സുഭാഷിനും നികേഷിനും ഹരീഷിനൊക്കെ ഭയങ്കര തിരിച്ചടിയായി പോവുകയാണ് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, വടി കൊടുത്ത് അടി വാങ്ങിച്ചു. കാരണം സുധീഷിൻ്റെ സംസാരം മൂലമാണ് നിധി ഇത്രയും പ്രതികരിച്ചത്, ഇല്ലെങ്കിൽ അത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവർ ചോദിക്കുന്നു, ഇതൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതിന് ഭയങ്കര സങ്കടമായിപ്പോയി സുധീഷിന്. അതിനുശേഷം ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലെത്തുന്നു. എത്തിയിട്ട് ഹരീഷിനോട് പറയുന്നു, അവളിങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളായിരുന്നോ, അങ്ങനെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹരീഷും പറയുന്നത് ഇയാളുടെ പ്രവൃത്തിയുടെ ഫലമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതു അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നീതു കേൾക്കുന്നുണ്ട് താലിയുടെ കാര്യമൊക്കെ. അപ്പോൾ നീതു പറയുകയാണ്, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരാരും അങ്ങനെ താലിമാലയൊന്നും ഇടാറില്ല, അവർക്ക് ഇഷ്ടമുള്ള മാലയൊക്കെയാണ് ഇടാറ്, അല്ല താലിമാലയൊന്നും ഇടില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സുധീഷിന് ഇച്ചിരി സമാധാനമാണ്. കാരണം നിധിയും അങ്ങനെ ആയിരിക്കും. അങ്ങനെ നിധി ഓഫീസിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ചിട്ട് തന്നെ സുധീഷിനെ കാണുകയാണ്. അപ്പോൾ സുധീഷ് പെട്ടെന്ന് വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് നിധി ഒഴിഞ്ഞു മാറിപ്പോവാണ്. നിധിക്ക് അത്ര വലിയ ക്ലോസും കാര്യങ്ങളും സംസാരമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നിധി പറയുന്നുണ്ട്, എനിക്ക് തന്നോട്ടൊരു കാര്യം സംസാരിക്കേണ്ടത്, നമുക്കൊരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ഒരു ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ സുധീഷിനാകെ സന്തോഷമായി. അപ്പോൾ നിധിയുടെ മൈൻഡൊക്കെ മാറി കാണും. അപ്പോൾ എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്, മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നാണ് നിധി പറയുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി സുധീഷ് ചെല്ലുകയാണ് കേട്ടോ.
സുധീഷിൻ്റെ മനസ്സിൽ പേടിയുണ്ട്. അങ്ങനെ ചില സമയത്ത് നിധി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഡൈവേഴ്സ് വേണം, എനിക്ക് തന്നെ ഭർത്താവായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ബന്ധം തുറന്നുകൊണ്ട് പോകാൻ കഴിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡൈവേഴ്സ് വേണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുധീഷ് ആകെ ഞെട്ടിപ്പോവാണ്. ഡൈവേഴ്സ് വേണമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സുധീഷിനൊന്നും പറയാനും കഴിയുന്നില്ല. അപ്പം നമ്മൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതോ അങ്ങനെയൊന്നും അല്ലല്ലോ, ഒരു സാഹചര്യത്തിൽ നമ്മൾ വിവാഹിതർ, അപ്പോൾ എനിക്ക് ഡൈവേഴ്സ് വേണം എന്ന് പറയുകയാണ് കേട്ടോ. സുധീഷ് അങ്ങനെ ആകെ വിഷമിച്ചാണ് വീട്ടിൽ വരുമ്പോൾ സുഭാഷും ഹരീഷൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ തനിക്ക് ഒരു ടെൻഷൻ പോലെ. സുധീഷ് തുറന്നും പറയുന്നില്ല കേട്ടോ, കാരണം അവരുടെ അടുത്ത് പറയാൻ കഴിയില്ലല്ലോ. ലാസ്റ്റ് നിധി തന്നെ ഇവരോടെല്ലാം ഒരു ആഹാരം കഴിച്ചിരിക്കുന്ന സമയത്ത് തുറന്ന് പറയുകയാണ്, എനിക്ക് ഡൈവേഴ്സ് വേണം, അതിനായിട്ടുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമുക്ക് അടുത്ത പ്രൊമോയിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.